ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബൺ പൊറോട്ടയാണ്. സാധാരണ പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബണ്ണിൻ്റെ ഷേപ്പിൽ കുറച്ച് കട്ടിയായിട്ടാണ് ഈ പൊറോട്ട ഉള്ളത്. നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 കപ്പാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഉപ്പും പഞ്ചസാരയും മൈദപ്പൊടിയും കൂടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നടുക്ക് ഇതുപോലെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. കുറേശ്ശെയായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പൊറോട്ടയ്ക്ക് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവണം, എങ്കിലേ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നല്ല ലേയേഴ്സ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ ശക്തിയായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ ബൗളിൽ തന്നെ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ മാവ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ടൊരു നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൈ വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴിഞ്ഞു പോകുന്ന ഒരു പാകത്തിൽ വേണം വരാനായിട്ട്, എങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ സാധാരണ ബോൾസ് ഉണ്ടാക്കുന്ന പോലെ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ആക്കിയിട്ട് വേണം നമുക്ക് ഓരോ ബോൾസും എടുക്കാനായിട്ട്. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് അമർത്തി വലിച്ചിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോൾസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നല്ല സോഫ്റ്റ് ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ 6 ബോൾസ് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദമാവിൽ നിന്ന് നമുക്ക് 6 ഇതുപോലത്തെ കുഞ്ഞ് ബോൾസാണ് കിട്ടുക. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് ഓയിൽ തേച്ച് കൊടുക്കണം. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്ത് വെച്ച് അടച്ചതിന് ശേഷം 1 മണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബോൾസ് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ട നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ ഒരു പലകയിലോ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ ഓരോ ബോൾസും നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേയേഴ്സ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിടുവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല തിന്നായിട്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. 2 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമ്മളിത് കൈ കൊണ്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത് പോലെ ഇങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് അമർത്തിയതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കുക.
നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ ബബിൾസ് വരണം, എങ്കിലേ നമുക്ക് നല്ല ലേയേഴ്സ് കിട്ടുള്ളൂ പൊറോട്ടയിൽ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ഇനി ചുരുട്ടിയതിന് ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ബണ്ണിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ചൊന്ന് ബബിൾസ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദോശക്കല്ലിട്ട് ചുട്ടെടുക്കണം. അതുപോലെ നമുക്ക് നിറയെ എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം സാധാരണ പൊറോട്ട ചുടുന്ന പോലെ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ബൺ പൊറോട്ട ഇട്ട് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം വേകാനായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പുറം ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടുകയും ചെയ്യും, അകം നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. ഇനി ഇത് 2-3 എണ്ണം ചുട്ടതിന് ശേഷം നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് അടിച്ചു പരത്തുന്നത് പോലെ കൈ കൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ